സഭ വാർത്തകൾ ആരംഭിക്കുന്നു. അറിയാം കേരള സഭയുടെ സ്പന്ദനങ്ങൾ വേഗത്തിൽ. കരുണയുടെ പ്രചാരകരായി മാറുമ്പോൾ കുരിശിന്റെ പ്രത്യാശ സംജാതമാകുമെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ മാർ തോമസ് തറയിൽ. അതിനാൽ മാതൃപിതൃവേദി ആലംബഹീനരുടെ ആശ്രയമാകണമെന്നും മാർ തോമസ് തറയിൽ ഉത്ബോധിപ്പിച്ചു. മാതൃപിതൃവേദി തിരുവനന്തപുരം ഫൊറോന മേഖലാതല കുടുംബസംഗമം നസ്രത്ത് മീറ്റ് 2024 ശ്രീകാര്യം എമ്മാവൂസ് ദേവാലയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബത്തേരി അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ ശ്രേയസ് സ്ഥാപിതമായിട്ട് 45 വർഷം പൂർത്തിയായതിന്റെ ആഘോഷത്തിന്റെ ഭാഗമായി തിരുമേനി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഗ്രാമോത്സവം നടത്തി. തിരുമേനി ക്ഷീരോത്പാദക സഹകരണ സംഘ പരിസരത്തു നിന്നും നിശ്ചല ദൃശ്യങ്ങളോടെയും വാദ്യമേളങ്ങളോടെയും നടന്ന ഘോഷയാത്രയിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. തിരുമേനി സെന്റ് മേരീസ് മലങ്കര പള്ളി പാരിഷ് ഹാളിൽ നടന്ന പൊതുയോഗം TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. ബത്തേരി രൂപത മെത്രാപ്പൊലീത്ത ഡോക്ടർ ജോസഫ് മാർ തോമസ് അധ്യക്ഷത വഹിച്ചു. വരാപ്പുഴ അതിരൂപത ഫാമിലി കമ്മീഷൻ ഡയറക്ടർ ഫാദർ പോൾസൺ സീമേന്തി, KCBC പ്രോലൈഫ് സമിതി പ്രസിഡന്റ് ജോൺസൺ C എബ്രഹാം എന്നിവർ വരാപ്പുഴ അതിരൂപതയുടെ നിയുക്ത സഹായമെത്രാൻ റവറൻ ഡോക്ടർ ആന്റണി വാലുങ്കലിനെ സന്ദർശിച്ച് പ്രാർത്ഥനാശംസകൾ അറിയിച്ചു. വലാർപാടം ബസിലിക്കയിൽ ഇന്നലെ രാവിലെയായിരുന്നു കൂടിക്കാഴ്ച. വലാർപാടം ഇടവകയിലെ ജീസസ് യൂത്ത് പ്രവർത്തകർ സംഘടിപ്പിച്ച ജീവന്റെ സംരക്ഷണത്തിനായുള്ള പ്രോലൈഫ് എക്സിബിഷനും അവർ സന്ദർശിച്ചു. ഇടവകയിലെ ജീസസ് യൂത്ത് ആനിമേറ്റർ ഫാദർ സാവിയോ ആന്റണി തെക്കേപ്പാടത്ത്, ബ്രദർ ആൽബിൻ, ഐലിൻ റോസ്, ബെറ്റ്സി പീറ്റർ, ആൻജിയാന, സെനോറിറ്റ റോസ് എന്നിവരും സന്നിഹിതരായിരുന്നു. ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന ദേവാലയത്തിൽ അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാളിന് വൻ ഭക്തജന പ്രവാഹം. പുലർച്ചെ മുതൽ മുത്തക്കുന്നം ചെട്ടിക്കാട് തീർത്ഥാടക പാതയിൽ ഭക്തജനങ്ങളുടെയും തീർത്ഥാടക വാഹനങ്ങളുടെയും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിനായി വലിയ വാഹനങ്ങൾക്ക് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. വിശുദ്ധ അന്തോണീസിന്റെ തിരുശേഷിപ്പുകൾ വണങ്ങുന്നതിനും ഊട്ടുനേർച്ചയിൽ പങ്കുകൊള്ളുന്നതിനുമായി അയൽ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം നാനാജാതി മതസ്ഥരായ വിശ്വാസികളാണ് ചെട്ടിക്കാട് ദേവാലയത്തിലേക്ക് പ്രവഹിക്കുന്നത്. ഇരിങ്ങാലിക്കുട രൂപതയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ദിവ്യകാരുണ്യ കോൺഗ്രസിന്റെ ഭാഗമായി രോഗി സംഗമം നടത്തി. ഇരിങ്ങാലിക്കുട സെന്റ് തോമസ് കത്തീഡ്രലിൽ നടന്ന ദിവ്യബലിക്കും ദിവ്യകാരുണ്യ ആരാധനയ്ക്കും ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 138ാമത് ചങ്ങനാശ്ശേരി അതിരൂപത ദിനാഘോഷം മെയ് 20 നടത്തപ്പെടും. രാവിലെ 9:30 മുതൽ ഉച്ചകഴിഞ്ഞ് 1:30 വരെ കുറുമ്പനാടം സെന്റ് ആന്റണീസ് ഫൊറോന പള്ളി അങ്കണത്തിലെ മാർ ജോസഫ് പവത്തിൽ നഗറിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിക്കുക. ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം അധ്യക്ഷത വഹിക്കും. തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് റവറൻ ഡോക്ടർ തോമസ് ജെനെറ്റോ ഉദ്ഘാടനം ചെയ്യും. അതിരൂപത സഹായമെത്രാൻ മാർ തോമസ് തറയിൽ സ്വാഗതം ആശംസിക്കും. തൃശൂർ സെന്റ് മേരീസ് കോളേജിന് രാജ്യത്തെ ഉയർന്ന നാക് അക്രഡിറ്റേഷനുള്ള കോളേജുകൾക്ക് ലഭിക്കുന്ന ഓട്ടോണമസ് പദവി ലഭിച്ചു. 1946-ൽ CMC സന്യാസിനി സമൂഹമാണ് മലബാറിലെ തന്നെ ആദ്യ വനിതാ കോളേജായ സെന്റ് മേരീസ് സ്ഥാപിച്ചത്. സ്നേഹമായി പെയ്തിറങ്ങിയ മഴയാണ് ധന്യൻ കദളിക്കാട്ടിലച്ഛനെന്നും അനേകർക്ക് അദ്ദേഹം ആശ്വാസം പകർന്നെന്നും മാർ ജേക്കബ് മുരിക്കൻ. ധന്യൻ കദളിക്കാട്ടിൽ മത്തായി അച്ഛന്റെ 89ാം ചരമവാർഷികത്തോടനുബന്ധിച്ചുള്ള നവനാളിൽ കദളിക്കാട്ടച്ഛന്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന പാലാ SH പ്രൊവിൻഷ്യൻ ഹൗസ് കപ്പേളയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. കൊടും വരൾച്ച മൂലം കാർഷിക മേഖലയിലുണ്ടായ കൃഷിനാശത്തിൽ നട്ടം തിരിയുന്ന കർഷകരെ സഹായിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്ന് ഇൻഫാം ദേശീയ ചെയർമാൻ ഫാദർ തോമസ് മറ്റമുണ്ടയിൽ പറഞ്ഞു. കാഞ്ഞിരപ്പള്ളി കാർഷിക എക്സിക്യൂട്ടീവ് യോഗം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ഹൈറേഞ്ചിലുണ്ടായ കനത്ത വരൾച്ചയിൽ ഏലം കർഷകരുടെ കൃഷി പാടെ നശിച്ച നിലയിലാണ്. മുമ്പെങ്കും സംഭവിക്കാത്ത കൃഷിനാശമാണ് ഹൈറേഞ്ചിൽ ഉണ്ടായിരിക്കുന്നത്. സർക്കാർ വളർച്ചാ ദുരിതാശ്വാസ പാക്കേജ് പ്രഖ്യാപിക്കണമെന്നും അടിയന്തരമായി കർഷകർക്ക് സഹായം എത്തിക്കണമെന്നും അദ്ദേഹം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടു. കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന സജീവം ആന്റി ഡ്രഗ് ക്യാമ്പയിന്റെ ഭാഗമായി തെരുവ് നാടകം അവതരിപ്പിച്ചു. ഡ്രഗ്സ് ത്രിൽസ് ദെൻ കിൽസ്, ലഹരിയോട് നോ പറയാമെന്ന സന്ദേശവുമായാണ് തെരുവ് നാടകം അവതരിപ്പിച്ചത്. സമ്മേളനത്തിൽ കിഡ്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ പോൾ തോമസ് കളത്തിൽ, കൊടുങ്ങല്ലൂർ എക്സൈസ് ഓഫീസർ ശ്യാംനാഥ്, കിഡ്സ് കോർഡിനേറ്റർ സിസ്റ്റർ ഷൈനിമോൾ എന്നിവർ പ്രസംഗിച്ചു. കേരള സോഷ്യൽ സർവീസ് ഫോറത്തിന്റെയും കാരിത്താസ് ഇന്ത്യയുടെയും സഹകരണത്തോടു കൂടിയാണ് ക്യാമ്പയിൻ നടത്തുന്നത്. അമല മെഡിക്കൽ കോളേജിൽ നഴ്സസ് വാരാചരണം സമാപിച്ചു. വിവിധ പരിപാടികളോടെ നടത്തിയ നഴ്സസ് വാരാചരണത്തിന്റെ സമാപന ചടങ്ങിന്റെ ഉദ്ഘാടനം
ദേവമാതാ പ്രൊവിൻഷ്യൽ ഫാദർ ജോസഫ് നന്ദിക്കര നിർവഹിച്ചു. ഡയറക്ടർ ഫാദർ ജൂലിയസ് സറയ്ക്കൽ, ജോയിന്റ് ഡയറക്ടർ ഫാദർ ഡെൽജോ പുത്തൂർ, ഡോക്ടർ ബെറ്റ്സി തോമസ്, ഡോക്ടർ രാജേഷ് ആൻഡോ, ഡോക്ടർ രാജി രഘുനാഥ് എന്നിവർ പ്രസംഗിച്ചു. സേവനത്തിൽ മികവ് പുലർത്തിയ നഴ്സുമാരെ ചടങ്ങിൽ ആദരിച്ചു. കാർഷിക മേഖലയിൽ നിലനിൽക്കുന്ന പ്രതിസന്ധികൾക്കും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ മൂലമുണ്ടാകുന്ന ദുരിതങ്ങൾക്കും പരിഹാരം കാണണമെന്ന് കുട്ടനാട് എക്യുമെനിക്കൽ ഫോറം ആരോപിച്ചു. കാർഷിക മേഖലയിൽ മുതൽ മുടക്കിയ കർഷകന് നെല്ലുവിലയ്ക്കായി ബാങ്കുകളിൽ കയറിയിറങ്ങുകയാണ്. പണം എന്ന് കിട്ടുമെന്നതിന് ഉറപ്പുമില്ല. തണ്ണീർമുക്കം ബണ്ടിന്റെ ഷട്ടറുകൾ തുറന്നതുമൂലമുണ്ടായ ജലക്ഷാമത്തിനും അടിയന്തര പരിഹാരം വേണം. കുട്ടനാടിന്റെ ജനപ്രതിനിധി ഈ വിഷയങ്ങളിൽ സജീവമായി ഇടപെടണമെന്നും ഫോറം ആവശ്യപ്പെട്ടു. ഫാദർ ജോൺ തോമസ് യോഗം ഉദ്ഘാടനം ചെയ്തു. ഫാദർ ജോസഫ് കട്ടപ്പുറം, ഫാദർ ടോം ആര്യങ്കാല, ഫാദർ ജേക്കബ് പാറയ്ക്കൽ, ഫാദർ ജിജോ കുറിയന്നൂർ പറമ്പിൽ എന്നിവർ സംസാരിച്ചു. ഭിന്നശേഷിയുള്ളവരുടെ സമഗ്ര ഉന്നമനം ലക്ഷ്യമാക്കി കോട്ടയം അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്ന സാമൂഹ്യ അധിഷ്ഠിത പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി ദ്വിദിന മിന്നാമിന്നി ക്യാമ്പ് സംഘടിപ്പിച്ചു. തെള്ളകം ചൈതന്യയിൽ സംഘടിപ്പിച്ച ക്യാമ്പിന്റെ ഉദ്ഘാടനം അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജോസഫ് അമ്പലക്കുളം നിർവഹിച്ചു. ഏറ്റുമാനൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ലവ്ലി ജോർജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജ്ഞാനായ കത്തോലിക്ക കോൺഗ്രസ് കർഷക ഫോറം കിടങ്ങൂർ ഫൊറോന തല കർഷക സെമിനാർ ചെറുകര സെന്റ് മേരീസ് പള്ളി ഹാളിൽ നടന്നു. സെമിനാർ കോട്ടയം രൂപത വികാരി ജനറൽ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. KCC കിടങ്ങൂർ ഫൊറോന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷൈബി അലക്സ് കണ്ണമ്പാടം അധ്യക്ഷത വഹിച്ചു. KCC പ്രസിഡന്റ് ബാബു പറമ്പിലത്തുമടയിൽ മുഖ്യപ്രഭാഷണം നടത്തി. ചെറുകര യൂണിറ്റ് ചാപ്ലിൻ ഫാദർ ബെന്നി കന്നുവെട്ടിയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. വിവിധ ഇനം നാടൻ പച്ചക്കറികളുടെ വിത്തുകൾ വിതരണം ചെയ്തു. സ്വർഗീയ കവാടത്തിലേക്കുള്ള മനുഷ്യരുടെ വഴികാട്ടിയാണ് ദേവാലയങ്ങളെന്ന് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ. നവീകരിച്ച നർക്കിലക്കാട് സെന്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയത്തിന്റെ കൂദാശയോടനുബന്ധിച്ച് നടത്തിയ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇടവക മെത്രാപ്പൊലീത്ത യാക്കോബ് മാർ ഏലിയാസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. M രാജഗോപാലൻ MLA മുഖ്യപ്രഭാഷണം നടത്തി. കേരള സഭാ വാർത്തകൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.